ഏറ്റവും പുതിയ ഒരു വാർത്തയിലേക്ക്. കണ്ണൂർ അയ്യൻകുന്നിൽ തണ്ടർബോൾട്ട് മാവോയിസ്റ്റ് ഏറ്റുമുട്ടലിൽ ഒരാൾ കൊല്ലപ്പെട്ടെന്ന് മാവോയിസ്റ്റ് പോസ്റ്റർ. ഏറ്റുമുട്ടലുണ്ടായത് നവംബറിനെന്ന് മാവോയിസ്റ്റുകളുടെ കുറിപ്പ്. കവിത എന്ന ലക്ഷ്മിയാണ് ഏറ്റുമുട്ടലിൽ കൊല്ലപ്പെട്ടത്. വിവരങ്ങളുമായി അനൂപ് ചേരുന്നുണ്ട് വയനാട്ടിൽ നിന്ന്. അനൂപ്, നേരത്തെ ഇത്തരത്തിലുള്ള ഏറ്റുമുട്ടലുകളുമായി ബന്ധപ്പെട്ട് പോലീസ് അല്ലെങ്കിൽ തണ്ടർബോൾട്ട് നൽകുന്ന വിവരങ്ങളാണ് പുറത്തു വന്നുകൊണ്ടിരുന്നത്. ഇപ്പോൾ മാവോയിസ്റ്റുകൾ തന്നെ പോസ്റ്റർ പുറത്തുവിട്ടിരിക്കുന്നു. അതിൻ്റെ പിന്നിലെ ലക്ഷ്യമെന്തെന്ന് അറിയേണ്ടതുണ്ട്. നിലവിൽ ആധികാരികമാണോ? എപ്പോഴാണ് ഈ പോസ്റ്റർ പ്രത്യക്ഷപ്പെട്ടത്? മറ്റു വിവരങ്ങൾ. മാവോയിസ്റ്റ് പശ്ചിമഘട്ട പ്രത്യേക മേഖലാ കമ്മിറ്റിയുടെ പേരിലാണ് ഇത്തരത്തിലൊരു പോസ്റ്ററും ഒരു കുറിപ്പും തിരുനെല്ലിയിലെ ഗുണ്ടികപ്പറമ്പ് കോളനിയിൽ എത്തിയിരിക്കുന്നത്. കോളനിയിൽ രാത്രി വൈകി എത്തിയ 6 പേർ ഇവിടെ ഈ പോസ്റ്റർ പതിക്കുകയും ഈ കോളനിയിലെത്തി അവിടെ ചില വീടുകളിൽ കയറിയതായും മറ്റും പോലീസിൽ നിന്ന് തന്നെ നമുക്ക് അത് സംബന്ധിച്ച് സ്ഥിരീകരിക്കുന്ന വിവരമുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് പോലീസ് കഴിഞ്ഞ ദിവസം എത്തിയത് മാവോയിസ്റ്റ് സംഘമാണ് എന്നുള്ള നിഗമനത്തിൽ തന്നെയാണ് പോലീസ്. ഇതിൽ പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, കണ്ണൂർ അയ്യൻകുന്ന് നെട്ടിത്തോടിലെ തണ്ടർബോൾട്ട് മാവോയിസ്റ്റ് ഏറ്റുമുട്ടലിൽ ഒരാൾ കൊല്ലപ്പെട്ടുവെന്ന് സ്ഥിരീകരിക്കുന്ന ചില വിവരങ്ങളാണ് ഈ മാവോയിസ്റ്റ് പോസ്റ്ററിൽ ഉള്ളത്. ഏറ്റുമുട്ടൽ ഉണ്ടായത് നവംബർ 13 രാവിലെ 9 മണിക്കും 10 മണിക്കും ഇടയിലാണ്. ഈ ഇതിലാണ് ഇത്തരത്തിൽ വലിയ രീതിയിൽ ഒരു ഏറ്റുമുട്ടൽ ഉണ്ടാകുന്ന സാഹചര്യത്തിൽ ഒരു കവിത എന്ന മാവോയിസ്റ്റ് പ്രവർത്തകർ കൊല്ലപ്പെട്ടിരിക്കുന്നത് എന്നുള്ളൊരു വിവരം ഈ പോസ്റ്ററുകളിൽ ഉണ്ട് എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട കാര്യം. ഈ ഏറ്റുമുട്ടലിൽ ചിലർക്ക് പരിക്കേറ്റിരുന്നു എന്ന് അന്ന് തന്നെ DG പുട്ട വിമലാദിത്യ വ്യക്തമാക്കുകയും മറ്റും ഉണ്ടായിരുന്നു. മാവോയിസ്റ്റുകൾ പോലീസ് കൊല്ലപ്പെട്ടു എന്ന് പറയുന്ന കവിതയെ കുറിച്ച് ഈ മാവോയിസ്റ്റിൽ എന്ത് പദവിയാണ് ഈ മാവോയിസ്റ്റ് സംഘത്തിൽ കവിത വഹിച്ചിരുന്നത്? അതിനെ സംബന്ധിച്ച് എന്തെങ്കിലും വിവരങ്ങൾ ലഭ്യമാകുന്നുണ്ടോ? ഇത്തരം വിവരങ്ങളൊന്നും തന്നെ ഈ പോസ്റ്ററുകളിലില്ല. കവിത എന്ന ലക്ഷ്മി കൊല്ലപ്പെട്ടു, ഇതിന് പ്രതികാരം ചെയ്യും എന്നുള്ള തരത്തിൽ ഈ പോസ്റ്ററുകൾ ഉള്ളത്. തിരുനെല്ലിയിലാണ് ഈ പോസ്റ്റർ പതിച്ചിരിക്കുന്നത്. പശ്ചിമഘട്ട പ്രത്യേക മേഖലാ കമ്മിറ്റിയുടെ പേരിലാണ് പോസ്റ്ററും കുറിപ്പും ഉള്ളത്. ഇതിൽ പ്രധാനപ്പെട്ട കാര്യം ഇത് തന്നെയാണ് ഈ പോസ്റ്ററിൽ പറയുന്നത്. അതായത് അയ്യൻകുന്ന് നെട്ടിത്തോട്ടിലെ ഈ പോലീസ് തണ്ടർബോൾട്ട് മാവോയിസ്റ്റ് സംഘവുമായിട്ടുള്ള ഏറ്റുമുട്ടലിൽ ഒരാൾ കൊല്ലപ്പെട്ടു എന്നുള്ള വിവരമാണ് അതിൽ പ്രധാനമായും പറയുന്നത്. അതോടൊപ്പം തന്നെ ഇതിൽ കുറിപ്പുകളുണ്ട്. അത് പ്രധാനമായും ഈ പശ്ചിമഘട്ടത്തെ കൊള്ളയടിക്കാൻ നടത്തുന്ന ശ്രമങ്ങൾ, അതിനെതിരെ പ്രതിഷേധിക്കുക തുടങ്ങിയ വിവരങ്ങളാണ് ഈ കുറിപ്പിലുള്ളത്. അതേസമയം ഇതിനകത്ത് ഒരുപാട് അവ്യക്തതകളുണ്ട്. കാരണം ഈ പോസ്റ്റർ പ്രത്യക്ഷപ്പെട്ടത് ഇന്നലെയാണ്. 6 അംഗ സംഘമാണ് പോസ്റ്റർ പതിച്ചതെന്ന് പറയുന്നു. സംഭവം നടന്നത് നവംബർ 13 പറയുന്നു. ഈ സംഭവം നടന്നതിന് ശേഷം 1.5 മാസത്തിന് ശേഷം 2 മാസത്തോളം അടുക്കുന്നു. അതിനുശേഷമാണ് ഇത്തരത്തിലൊരു പോസ്റ്റർ പ്രത്യക്ഷപ്പെടുകയും ചെയ്യുന്നത്. അന്ന് തന്നെ അയ്യൻകുന്നിൽ വലിയ തരത്തിലുള്ള ഒരു തെരച്ചിൽ മാവോയിസ്റ്റുകൾക്കായി തണ്ടർബോൾട്ട് നടത്തുകയും ചെയ്തിരുന്നു. ഈ വളരെ വൈകി വരുന്ന ഈ പോസ്റ്ററും ആ വാർത്തകളും എത്രത്തോളം സ്ഥിരീകരിക്കാൻ കഴിയുന്നുണ്ട് എന്നതിനെ സംബന്ധിച്ച് ഇത് സംബന്ധിച്ച് തണ്ടർബോൾട്ടോ പോലീസോ എന്തെങ്കിലും തരത്തിലുള്ള ഔദ്യോഗികമായ എന്തെങ്കിലും വിവരങ്ങൾ ലഭിക്കുന്നുണ്ടോ? കണ്ണൂർ ഇരിട്ടി ASPക്കാണ് ഈ അയ്യൻകുന്നിലെ ഏറ്റുമുട്ടലുമായിട്ടുള്ള അന്വേഷണ ചുമതല ഉള്ളത്. അതുമായി ബന്ധപ്പെട്ടുള്ള സ്ഥിരീകരണവും മറ്റും പോലീസിന് നമുക്ക് ഇനിയും ലഭിക്കേണ്ടതായിട്ടുണ്ട്. അത്തരത്തിലൊരു സ്ഥിരീകരണം ഏതായാലും പോലീസിന്റെ ഭാഗത്തുനിന്ന് മറ്റും ഉണ്ടായിട്ടില്ല. അന്ന് ഈ ഏറ്റുമുട്ടലിൽ ചിലർക്ക് പരിക്കേറ്റിരുന്നെന്ന് അന്ന് ഈ ഏറ്റുമുട്ടായിട്ടുള്ള ഒരു സാഹചര്യത്തിൽ DG പുട്ട വിമലാദിത്യ പറയുന്ന ഒരു സാഹചര്യമെല്ലാം ഉണ്ടായിരുന്നു. അത്തരത്തിൽ വലിയ രൂക്ഷമായിട്ടുള്ള ഏറ്റുമുട്ടലാണ് പോലീസും അതോടൊപ്പം മാവോയിസ്റ്റ് സംഘങ്ങളും തമ്മിൽ നടത്തിയത്. ആ പ്രദേശത്ത് തിരച്ചിൽ നടത്തുന്ന പോലീസ് ഉദ്യോഗസ്ഥർക്കു നേരെ തണ്ടർബോൾട്ട് സംഘം, സായുധാരികളായ സംഘം വെടിയുതിർക്കുകയും മറ്റും ആണ് ആ ഘട്ടത്തിലുണ്ടായിരുന്നത്. ഏതായാലും അതിൽ പരിക്കേറ്റിരുന്നു എന്നുള്ള ചില വിവരങ്ങൾ ആ ഘട്ടത്തിൽ തന്നെ പുറത്തു വന്നിരുന്നു. ഏതായാലും അതുമായി ബന്ധപ്പെട്ട് ഒരാൾ കൊല്ലപ്പെട്ടു എന്നുള്ളൊരു വിവരമാണ് ഈ പോസ്റ്റർ ഉള്ളത്. ഈ പോസ്റ്ററിന്റെ ഔദ്യോഗികമായ ഒരു സ്ഥിരീകരണമൊന്നും പോലീസിൽ നിന്നും ഇതുവരെ ലഭിച്ചിട്ടില്ല. ഇത് ഒരാൾ കൊല്ലപ്പെട്ടോ അല്ലെങ്കിൽ ആ ഏറ്റുമുട്ടലിൽ മറ്റ് പരിക്കുകൾ ഏതെങ്കിലും തരത്തിൽ സ്ഥിരീകരിക്കുന്ന ഒന്നും തന്നെ പോലീസിന് നമുക്ക് ലഭിച്ചിട്ടില്ല. ഏതായാലും അതെല്ലാം ഈ അന്വേഷണ ചുമതലയുള്ള ഇരിട്ടി ASP മറ്റും ഇനി വ്യക്തമാക്കേണ്ടതാണ്. ഏതായാലും ഈ ഒരു പോസ്റ്റർ വന്ന സാഹചര്യം ഏതായാലും പോലീസ് ഗൗരവമായി പരിശോധിച്ചു വരികയാണ്. 6 അംഗ സംഘം വീണ്ടും ഈ പ്രദേശത്ത് എത്തി, തിരുനെല്ലി മേഖലയിലെത്തി എന്നുള്ള കാര്യം ഉൾപ്പെടെ അന്വേഷിച്ചു വരികയാണ്. ഏതായാലും ഈ പ്രദേശത്ത് വീണ്ടും തണ്ടർബോൾട്ടിന്റെയും മറ്റും തെരച്ചിലും ആരംഭിച്ചിട്ടുണ്ട്. അനൂപ്, ഈ അന്ന് തന്നെ അയ്യൻകുന്നിൽ വലിയ തരത്തിലുള്ള വെടിവയ്പ്, അതായത് മാവോയിസ്റ്റുകൾ വെടിവെച്ചു, അതിനെതിരെ തണ്ടർബോൾട്ടും വെടിവെക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അത് അന്ന് ഏകദേശം ഒരാഴ്ചക്കാലം വലിയ തരത്തിലുള്ള തെരച്ചിൽ തണ്ടർബോൾട്ടോടെ മാവോയിസ്റ്റുകൾക്കായി നടത്തുകയും ചെയ്തിരുന്നു. അതിനുശേഷം വിവരങ്ങളൊന്നും ലഭിച്ചതുമില്ല. മാവോയിസ്റ്റുകളുടെ സാന്നിധ്യം അവിടെ ഒഴിഞ്ഞു എന്ന വിവരങ്ങളാണ് പുറത്തു വരികയും ചെയ്തത്. പക്ഷേ ഇപ്പോഴും ഉയരുന്ന സംശയം തണ്ടർബോൾട്ടിൻ്റെ ആക്രമണത്തിലാണ് ഇവർ കൊല്ലപ്പെട്ടതെന്ന് ആരോപണവുമായിട്ടാണ് ഇപ്പോൾ മാവോയിസ്റ്റുകൾ രംഗത്തെത്തിയിരിക്കുന്നത്. പോസ്റ്ററിൽ അക്കാര്യം വ്യക്തമാക്കുകയും ചെയ്തിരിക്കുന്നു.
പക്ഷേ ഈ കൊല്ലപ്പെട്ട ഈ കവിത എന്ന് പറയുന്നത് ആന്ധ്ര സ്വദേശിയാണെന്നുള്ള വിവരങ്ങൾ കൂടി പുറത്തു വരുന്നുണ്ട്. നിലവിൽ ഈ പശ്ചിമഘട്ട മേഖലയിലെ മാവോയിസ്റ്റ് സാന്നിധ്യത്തിൽ വളരെ നിർണായകമായ പദവി വഹിക്കുന്ന ആളാണോ ഈ കവിത? അത് സംബന്ധിച്ച് എന്തെങ്കിലും വിവരങ്ങൾ കൂടി നമുക്കിപ്പോൾ ലഭിക്കുന്നുണ്ടോ? ഈ പോസ്റ്ററുകളിൽ ഏതായാലും അക്കാര്യങ്ങളില്ല. ഏതെങ്കിലും തരത്തിലുള്ള ചുമതല ഈ ഇത്തരത്തിൽ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ പശ്ചിമഘട്ടത്തിൽ, പ്രത്യേകിച്ച് പശ്ചിമഘട്ട മേഖലാ കമ്മിറ്റിയുടെയും മറ്റും ഏതെങ്കിലും ഉത്തരവാദിത്വത്തിലുള്ള അല്ലെങ്കിൽ ആ രീതിയിൽ സംഘടനാപരമായ ഭാരവാഹിത്വം മറ്റോ വഹിക്കുന്ന എന്നുള്ള രീതിയിലുള്ള സൂചനകളൊന്നും തന്നെ ഏതായാലും പോസ്റ്ററുകളില്ല. ഈ മാവോയിസ്റ്റ് പ്രവർത്തക കവിത എന്ന ലക്ഷ്മി കൊല്ലപ്പെട്ടു, ഇതിൽ പ്രതികാരം ചെയ്യും എന്നുള്ള വിധത്തിലുള്ള വിവരങ്ങളാണ് ഈ പോസ്റ്ററുകളുള്ളത്. ഏതായാലും ഇതുമായി ബന്ധപ്പെട്ട് ഈ മരണം സ്ഥിരീകരിക്കുന്നു എന്നുള്ളതാണ്. ഈ കവിതയുടെ കൊലപാതകം കോർപ്പറേറ്റുകൾക്ക് കൊള്ളയടിക്കാൻ നടത്തുന്ന ആസൂത്രണ നീക്കങ്ങളുടെ മറ്റും ഭാഗമാണെന്നുള്ള ചില വിവരങ്ങളെല്ലാം ആണ് ഈ പോസ്റ്ററുകളിൽ ഏതായാലും എഴുതിയിരിക്കുന്നത്. അതോടൊപ്പം ഒരു കുറിപ്പും ഈ കോളനിയുടെ ചുവരുകളിൽ ഈ സംഘം പതിച്ചിട്ടുണ്ട്. കോളനിക്കാർ പറയുന്നത് ഇന്നലെ രാത്രി വൈകി ഇവിടെ 6 പേർ എത്തിയിരുന്നു എന്നുള്ളതാണ്. അവർ സഞ്ചാരികളാണ്, ഇത്തരത്തിൽ പ്രത്യേക വേഷം ധരിച്ചവരാണെന്നെല്ലാം കോളനിവാസികൾ പറയുന്നുണ്ട്, കോളനിയിലുള്ളവർ പറയുന്നുണ്ട്. ഏതായാലും അക്കാര്യങ്ങളെല്ലാം സംബന്ധിച്ചുള്ള വിശദീകരണമോ അല്ലെങ്കിൽ ഔദ്യോഗികമായിട്ടുള്ള അതുമായി ബന്ധപ്പെട്ട വിശദീകരണമോ മറ്റോ ഇനിയും വരാനുണ്ട്. പോലീസ് ഏതായാലും ഈ കോളനിയിൽ എത്തിയത് മാവോയിസ്റ്റ് സംഘമാണ് എന്നുള്ള കാര്യം സ്ഥിരീകരിക്കുന്നുണ്ട്. അനൂപ്, ഈ സംഭവം നടന്നത് കണ്ണൂർ അയ്യൻകുന്നിൽ, പോസ്റ്റർ പതിച്ചിരിക്കുന്നത് വയനാട്. വയനാട്ടിൽ ആ കോളനിയുടെ പേരൊന്നുകൂടി വ്യക്തമാകേണ്ടതുണ്ട്. നിലവിൽ ഈ മേഖലയിൽ മാവോയിസ്റ്റ് സാന്നിധ്യമുള്ള പ്രദേശമാണോ? നിലവിൽ തണ്ടർബോൾട്ടിന്റെ സാന്നിധ്യം അവിടെ ഉണ്ട്. ആ പ്രദേശത്ത് തന്നെ കൊണ്ട് ഈ പോസ്റ്റർ ഒട്ടിക്കുന്നതിൻ്റെ ഒരു സാഹചര്യം കൂടി മനസ്സിലാക്കേണ്ടതുണ്ട്. മാത്രമല്ല, പോസ്റ്ററിലൂടെ കൃത്യമായി പറയുന്നു ഇതിന് പകരം ചോദിക്കും, തിരിച്ചടിക്കും എന്നുകൂടി പറയുകയും ചെയ്യുന്നു. ആ പ്രദേശത്തിൻ്റെ ഒരു മാവോയിസ്റ്റ് സാന്നിധ്യത്തിൻ്റെ സ്വഭാവം കൂടി ഈ തിരുനെല്ലി അല്ലെങ്കിൽ അതും അത്തരം പ്രദേശങ്ങൾ, തലപ്പുഴ, ഈ മേഖലയിലെല്ലാം നേരത്തെ മാവോയിസ്റ്റ് സാന്നിധ്യം പോലീസ് സ്ഥിരീകരിച്ച പ്രദേശങ്ങളാണ്. ഏറ്റവും ആഴ്ചകൾക്ക് മുൻപാണ് അല്ലെങ്കിൽ മാസങ്ങൾക്കിടെയാണ് ഈ അവിടെ നിന്ന് മാവോയിസ്റ്റ് പ്രവർത്തകരെ പോലീസിന് പിടികൂടാൻ വരെ സാധിച്ചത് ഈ മേഖലയിൽ നിന്നും തന്നെയാണ്. തിരുനെല്ലിയിൽ നേരത്തെ തന്നെ മാവോയിസ്റ്റ് സാന്നിധ്യമുണ്ട്. ആ തിരുനെല്ലിയിലും അതോടൊപ്പമുള്ള സമീപ പ്രദേശങ്ങൾ, വനമേഖലയിലുമെല്ലാം മാവോയിസ്റ്റ് സാന്നിധ്യം നേരത്തെ തന്നെ ഉള്ളതാണ്. ഈ വയനാട്ടിലെ മാവോയിസ്റ്റ് പ്രവർത്തകരെ പിടികൂടിയതിനു ശേഷമാണ് അയ്യൻകുന്നിൽ ഇത്തരത്തിൽ ഏറ്റുമുട്ടൽ ഉണ്ടാവുകയും വലിയ വ്യാപകമായ അല്ലെങ്കിൽ രൂക്ഷമായ ഇത് തിരുനെല്ലിക്ക് അടുത്തുള്ള സ്ഥലത്താണ് ഇപ്പോൾ ഈ പോസ്റ്റർ പതിച്ചിരിക്കുന്നത്. എവിടെയാണ് കൃത്യമായ? തിരുനെല്ലിയിലെ ഗുണ്ടികപ്പറമ്പ് ആദിവാസി കോളനിയിലാണ് ഈ പോസ്റ്റർ പോലീസ് കണ്ടെത്തിയിരിക്കുന്നത്. ആ കോളനിക്കാർ പറയുന്നത് ഈ കോളനിയിൽ ഉള്ളവർ തന്നെയാണ്, ഈ കോളനിയിലേക്ക് എത്തി എന്നുള്ളത് സ്ഥിരീകരിക്കുന്ന വിവരം തന്നെ പോലീസിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നുണ്ട്. ആ രീതിയിൽ മനസ്സിലാക്കുകയാണെങ്കിൽ ഇന്നലെ കഴിഞ്ഞ ദിവസം ആയുധധാരികളായിട്ടുള്ള ആയുധ സംഘം 6 പേർ സ്ത്രീകൾ ഉൾപ്പെടെ ഇവിടെ എത്തി എന്നുള്ളതാണ്. പോലീസിനോട് ഇക്കാര്യം കോളനിക്കാർ പറഞ്ഞിട്ടുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ ഈ മേഖല കേന്ദ്രീകരിച്ച് തിരുനെല്ലിയിലെ ഈ വനമേഖല കേന്ദ്രീകരിച്ചുള്ള പരിശോധനകളാണ് ഇപ്പോൾ പ്രധാനമായും നടക്കുന്നത്.